കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇനി എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പഠനം സാത്താന്യ തന്ത്രങ്ങളെ അറിയുക. എന്തിനു വേണ്ടി? ജീവിതത്തിൽ പൈശാചിക സ്വാധീനങ്ങൾ, അധികാരങ്ങൾ നമ്മെ തോൽപ്പിക്കുവാൻ, നമ്മെ തകർക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള അപ്പോസ്തലന്റെ മുന്നറിയിപ്പ് നാം തള്ളിക്കളയാതെ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ തരങ്ങളിലാണ്, ഏതൊക്കെ മേഖലയിലാണ് സാത്താന്യ ശക്തികൾ ഒരു ദൈവ പൈതലിനെ ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിച്ചു കളയുവാൻ, പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് എന്ന് ഉള്ള നമ്മുടെ തിരിച്ചറിവാണ് എന്റെയും നിങ്ങളുടെയും വിടുതൽ എന്ന് പറയുന്നത്. നാം എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് ആഴത്തിൽ പഠിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ പൈശാചിക സ്വാധീനങ്ങളെയും അതിന്റെ തന്ത്രങ്ങളെയും അതിന്റെ വ്യാപാരങ്ങളെയും പിശാച് ഉയർത്തുന്ന വെല്ലുവിളികളെയും നാം തിരിച്ചറിയുമ്പോൾ നിശ്ചയമായും ആത്മീയ ജീവിതം വിജയകരമായി തീരും. പൗലോസിന്റെ പ്രബോധനങ്ങളിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ വീഴ്ചയ്ക്ക്, പരാജയത്തിന് അല്ലെങ്കിൽ തോൽവിക്ക് കാരണമായേക്കാവുന്ന പലവിധ സംഗതികൾ നമുക്കെതിരെ ഉയർത്തുവാൻ പൈശാചിക ലോകത്തിന് കഴിയും. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ടോപ്പിക് വളരെ പ്രാധാന്യമുള്ളതാണ്. എഫേസ്യ ലേഖനം 6:12 നാം ആ വാക്യങ്ങൾ പഠിക്കുമ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ, അപ്പോൾ തന്നെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നത്തെ ഈ ദൂത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ നിങ്ങൾ നിങ്ങളുടെ അധികാരം പ്രയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തിരിച്ചറിയുക. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭൂതങ്ങൾ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ഒരു ദൈവവിധൽ ആത്മീയ അധികാരം ഉപയോഗിക്കേണ്ടതിന് നാം നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയണം. വാഴ്ചകളും അധികാരങ്ങളും ദുർഭൂതങ്ങളും വ്യത്യസ്തമായ പ്രവർത്തന പദ്ധതികളോടുകൂടെ ഇന്നും സജീവമാണ്. ഒരു ദൈവവേദന്റെ ആത്മീയ പോർക്കളത്തിലെ യുദ്ധസേവ ഫലപ്രദമാവണമെങ്കിൽ ഇവ ഓരോന്നിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഭൂതങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്ത ഉത്ഭവമാണ് ഉള്ളത്. വാഴ്ചകളും അധികാരങ്ങളും സ്വർലോക മണ്ഡലങ്ങളിലെ ജീവികളാണ്. യേശു അവയോട് ആത്മാവിൽ ആശയവിനിമയം നടത്തി, മത്തായി സുവിശേഷം 4-ാം അധ്യായം. എന്നാൽ ഭൂതങ്ങൾ ഭൗമിക ആത്മാക്കളാണ്. ലൂക്കോസ് 11:24. അവ നീരില്ലാത്ത സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ വെച്ച് യേശു ഇവയോട് സംഭാഷിച്ചു. ഇതാണ് വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ഉത്ഭവം. വെളിപ്പാട് പുസ്തകം 12:9 ലൂസിഫറിനോടൊപ്പം തള്ളിക്കളയപ്പെട്ട ദുഷ്ടദൂതന്മാർ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം ഇവയെ ദൂതന്മാരുടെ മണ്ഡലത്തിലും മേഖലയിലും തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. ഭൂതങ്ങൾ ഭൂമിയിൽ പാർക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:5 ജലപ്രളയ സമയത്ത് മനുഷ്യരിൽ നിന്നും പുറത്താക്കപ്പെട്ട ദുഷ്ടതയുള്ള ആത്മാവ്. നാം വീണ്ടും മനസ്സിലാക്കേണ്ട വിഷയം വാഴ്ചകളും അധികാരങ്ങളും ഭൂതങ്ങളല്ല എന്നുള്ള കാര്യമാണ്. ആകയാൽ ഇവയെ നാം വ്യത്യസ്ത നിലയിൽ കൈകാര്യം ചെയ്യണം. ഭൂതങ്ങൾ തള്ളപ്പെട്ടവയാണ്, എന്നാൽ വാഴ്ചകളും അധികാരങ്ങളും അവയുടെ സ്വാധീനം എടുത്തു മാറ്റപ്പെട്ട് ബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനചലനം സംഭവിക്കപ്പെട്ടവയാണ്. ഭൂതങ്ങൾ മനുഷ്യ ശരീരങ്ങളെ ആക്രമിക്കുന്നു. വാഴ്ചകളും അധികാരങ്ങളും സ്വർലോക മണ്ഡലങ്ങളെ വാസസ്ഥാനമാക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഈ വിഷയം വളരെ ഗഹനമായി മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് അറിയുവാൻ കഴിയുന്നത് വാഴ്ചകളും അധികാരങ്ങളും സ്വർലോക ജീവികളാണെന്നും സ്വർലോക മാധ്യമങ്ങളിലൂടെ നാം അവയെ കൈകാര്യം ചെയ്യേണ്ടതുമാണ് എന്നുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പൗലോസ് പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് ആവർത്തിച്ച് പറയുന്നത്. നാം അവയെ കീഴടക്കുവാനും അവയെ നിർവീര്യമാക്കുവാനും അല്ലെങ്കിൽ തോൽപ്പിക്കുവാനും നമുക്ക് കഴിയും. ഈ വാഴ്ചകളും അധികാരങ്ങളും സ്വർഗീയ മേഖലകളിൽ അല്ലെങ്കിൽ സ്വർഗീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രാദേശിക മേഖലയിലും അതിന് ഉത്ഭവം സ്വർഗസ്ഥലങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 2:9, 3:9 ഒക്കെ സ്മുർനയിലെ, ഫിലദൽഫിയയിലെയും സഭകളുടെ അടുത്തുള്ള സാത്താന്റെ പള്ളി. ആ ഭാഗം വായിക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ ദൈവസഭയോട് എതിർത്ത് നിൽക്കുന്ന പൈശാചിക ശക്തി കേന്ദ്രം. ഇനി പഴയ നിയമ പഠനത്തിൽ ആവർത്തന പുസ്തകം 7:1 യോശുവ 3:10 ഒക്കെ ഇസ്രായേൽ ജനത്തിനെതിരെ പ്രാദേശിക തലങ്ങളിൽ നാളുകളായി നിന്ന് പോരാടിയ ദേശശക്തികൾ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിൽ ഇസ്രായേലിനെ കീഴടക്കേണ്ടതായിട്ടുള്ള ജാതീയ ശക്തികൾ നമുക്ക് നോക്കാം. 1 കനാന്യരാണ്. എന്താണ് കനാന്യർ എന്നുള്ളതിന്റെ പ്രത്യേകത? തോൽപ്പിക്കപ്പെട്ട നിവാസികൾ അല്ലെങ്കിൽ നിയമവിരുദ്ധ അധിവാസികൾ. 2 ഹിത്യർ. അവർ അക്രമാസക്ത ഇടങ്ങളിൽ പാർക്കുന്നവരാണ്. പതിയിരുന്നു കൊണ്ട് ഏത് സമയവും വന്ന് കീഴ്പ്പെടുത്തുവാനും ആക്രമിക്കുവാനും മറവിടങ്ങളിൽ പതിയിരുന്നു കൊണ്ട് തന്റെ ജനത്തെ തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന ഹിത്യർ. 3 ഹിവ്യർ. ഹിവ്യരെ കുറിച്ച് പറയുമ്പോൾ ചെറിയ പട്ടണങ്ങളിൽ പാർക്കുന്നവരാണ്. 4 ഗർഗസ്യർ, പ്രാദേശികവാസികൾ. 5 അമോര്യർ, പർവ്വതങ്ങളിൽ താമസിക്കുന്നവർ. 6
യെബൂസ്യർ, വയലിൽ താമസിക്കുന്നവർ. എന്തിനാണ് പഴയ നിയമ ഉദാഹരണം ഇവിടെ വെളിപ്പെടുത്തിയത്? കാരണം ഈ വാഴ്ചകളും അധികാരങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഇതിന്റെ അധികാര കേന്ദ്രം നാം തിരിച്ചറിയണമെങ്കിൽ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ സൻബല്ലത്തും തോബിയാവും അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവപ്രവൃത്തിയെ, മതിൽ പണിയെ, കെട്ടുപണിയെ, അല്ലെങ്കിൽ നെഹെമ്യാവ് ദൈവിക പദ്ധതിക്ക് വേണ്ടി പുറത്തു വന്നപ്പോൾ അതിനെതിരെയുള്ള കൂട്ടുകെട്ട്. പ്രിയമുള്ളവരെ, ഈ വാഴ്ചകളും അധികാരങ്ങളും ഭൂതശക്തികളും യാഥാർത്ഥ്യമാണ്. ഒരു ദൈവത്തിൽ അതിനെതിരെ പോരാട്ടമുണ്ട് എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ ഉറപ്പിച്ചു പറയുന്നു. അതിനെതിരെ പോരാടുവാൻ ദൈവസഭയ്ക്ക് സർവായുധവർഗം നൽകിയിട്ടുണ്ട്. നമുക്ക് യുദ്ധമുള്ളത്, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമ്മുടെ യുദ്ധം ആത്മമണ്ഡലത്തിലാണ്. പഴയ നിയമം പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, ഞാൻ എന്റെ സഭയെ പണിയുന്നു. പക്ഷെ ജയം നമുക്കാണ്. നമുക്ക് വിശ്വസിക്കാം, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ തലമുറയിൽ വെളിപ്പെട്ട് വരും. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ നിശ്ചയമായി ഉപയോഗിക്കും. കർത്താവിനും അമിതബലത്തിൽ ശക്തിപ്പെട്ട് പൈശാചിക ശക്തികൾക്കെതിരെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇസ്രായേൽ ജനത്തിനെ പരാജയപ്പെടുത്തുവാൻ കനാന്യരും, ഹിത്യരും, ഹിബ്യരും, ഗർഗസ്യരും, അമോര്യരും, യെബൂസ്യരും ഒക്കെ തക്കം പാർത്ത് മറവടങ്ങളിൽ അല്ലെങ്കിൽ താഴ്വരകളിൽ നിയമവിരുദ്ധ നിവാസികളായി, അക്രമശക്ത ഇടങ്ങളിൽ പാർക്കുന്നവരായി, പർവ്വതങ്ങളിൽ വസിക്കുന്നവരായി, വയലിൽ താമസിക്കുന്നവരായി, ചെറിയ പട്ടണങ്ങളിൽ കഴിയുന്നവരൊക്കെയായി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഒന്നിച്ചു വന്നപ്പോൾ ഈ സകല കനാന്യ ശക്തികളെയും നിർമൂലമാക്കുവാൻ ദൈവം മോശയോടും യോശുവോടും ഇടപെട്ടതുപോലെ ഇന്ന് നമ്മളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എതിരെ സർവായുധപൂർവ്വം എടുത്തുകൊണ്ട് അവയ്ക്കെതിരെ പോരാടുവാൻ സർവശക്തൻ കൃപ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു.